ദൈവം നമുക്കൊരു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കാണുവാൻ ഭാഗ്യം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്റക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഏവരെയും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം. യോവേൽ പ്രവചനം 2-ാം അധ്യായം 26-ാം വാക്യം. നിങ്ങൾ വേണ്ടുവോളം ഭക്ഷിച്ച് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ സ്തുതിക്കും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ദൈവത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വാഗ്ദത്തം. തൃപ്തിയായ ഭക്ഷണം, തൃപ്തിയായ ജീവിതം, തൃപ്തിയായ മനോഭാവം, തൃപ്തിയായ ആരാധന. ലജ്ജ ഒഴിവായി മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനത്തോടെ നടക്കുവാൻ, അവരെ രക്ഷിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ജീവനുള്ള ദൈവം അവർക്ക് അവകാശമായിട്ടുണ്ടെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പുകഴ്ത്തി പാടുവാൻ അവർക്ക് ലഭിക്കുന്ന ഒരു സന്ദർഭം. അതൊരു വലിയൊരു വാഗ്ദത്തമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇസ്രായേൽ ജനം ഒരു കാലത്ത് സമ്പന്നരായിരുന്നു. അവർ നടുന്നതൊക്കെയും നല്ല വിളവ് കൊടുത്തിരുന്നു. 30 മേനി, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് 60 മേനിയായി, 60 മേനിയിൽ നിന്ന് പിന്നെ 100 മേനിയായി. എന്നാൽ 100 മേനിയും അതിലധികവും വിളവ് ലഭിച്ചിരുന്ന കാലത്ത് അവർ ദൈവത്തെ വിട്ട് ദൈവത്തോട് അത്ര വലിയ ഭയവും ഭക്തിയും ഇല്ലാത്തവരായി, ആരാധന എന്നൊരു വിഷയത്തിൽ, സ്തുതി എന്നൊരു വിഷയത്തിൽ വലിയ പ്രാധാന്യം കൽപ്പിക്കാത്തവരായി, അവരുടെ ജീവിതത്തിൽ ആലസ്യം നിറഞ്ഞ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ 100 മേനിയിൽ നിന്ന് പിന്നെ അത് 60 മേനിയായി. അങ്ങനെ 60 മേനിയിൽ നിന്ന് പിന്നെ 30 മേനിയായി. അങ്ങനെയാണ് കർത്താവ് ഉപമകൾ പറഞ്ഞു. വർദ്ധിച്ചു വരുന്ന വിളവും വർധനയിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു വിളവിന്റെ സമയവും. ഈ മേനികൾ ദൈവത്തിന്റെ ദാനമാണ്. അങ്ങനെ ഇസ്രായേൽ ജനം ദൈവസന്നിധിയിൽ തൃപ്തിയില്ലാത്തൊരു ജീവനം ചെയ്യുന്ന കാലത്ത് അവർ ചെയ്യുന്ന കൃഷിഫലങ്ങളിലും ദൈവം ചില ശിക്ഷകൾ കൊണ്ടുവന്നു. വിളവെടുക്കുന്ന കാലത്ത് വെട്ടുക്കിളി, വിട്ടിൽ, തുള്ളൻ, പച്ചപ്പുഴു എന്നിങ്ങനെയായ ജീവികൾ വന്ന് ഈ കൃഷിഫലങ്ങൾ അങ്ങ് തിന്നുക. വരുമാനം കുറഞ്ഞു. വരുമാനം കുറഞ്ഞപ്പോൾ വീട്ടിൽ കൊണ്ടുവരുന്ന ഭക്ഷണ സാധനങ്ങളുടെ അളവ് കുറഞ്ഞു. എല്ലാവർക്കും കൂടെ തൃപ്തിയായി ഭക്ഷിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ അവർ സമ്പന്നരായിരുന്ന കാലത്തും തൃപ്തി എന്ന ഒരു വിഷയം അവരിൽ ഇല്ല. എപ്പോഴും പരാതി. എനിക്കൊരു ഭക്തനായ ഒരു മനുഷ്യനെ അറിയാം. അദ്ദേഹം വളരെ ഭക്തനാണ്. പാട്ടും പ്രാർത്ഥനയും ആരാധനയും ദൈവം എന്ന് പറഞ്ഞാൽ അങ്ങ് ജീവൻ കളയും. പക്ഷെങ്കിൽ അദ്ദേഹത്തിലൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് അറിയാമോ? എന്ത് ആഹാരം കൊടുത്താലും പരാതിയാണ്. തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അദ്ദേഹം നിമിത്തം അങ്ങ് മുഷിഞ്ഞു. തൃപ്തിയാക്കാൻ കഴിയാത്ത, മേശപ്പുറത്ത് അല്ലെങ്കിൽ മേശമേൽ ഭക്ഷിക്കാനിരിക്കുമ്പോൾ കുറ്റങ്ങൾ പറഞ്ഞു പറഞ്ഞ് 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 ഒരാഹാരത്തിലും ഒരു പാചകം ചെയ്ത വിഷയങ്ങളിലും അദ്ദേഹത്തിന് സംതൃപ്തിയായി ഭക്ഷിക്കാൻ കഴിയാത്ത ഒരു സ്വഭാവം. ഭക്തനാണെങ്കിലും തൃപ്തിയില്ലാത്ത ജീവിതം. അങ്ങനെ ജീവിതത്തിൽ കുറ്റം പറഞ്ഞ് പറഞ്ഞ് ദൈവം കൊടുത്ത ആഹാരത്തിന്മേൽ ദൈവത്തോട് നന്ദിയില്ലാത്തവനായി, തൃപ്തിയായി ഭക്ഷിക്കാൻ കഴിയാതെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു ജീവനം. ഒരു ദിവസം അദ്ദേഹം ഒരു രോഗിയായി തീർന്നു. ആശുപത്രിയിൽ പോയി ചികിത്സ തുടങ്ങി. വളരെ നാളുകൾ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ തൻ്റെ ജീവിതത്തിൽ വലിയ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. കുറേ നാളുകൾ ആഹാരം കഴിക്കാതെ ട്രീറ്റ്മെന്റിൽ മാത്രം ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വ്യാധികൾ അല്പം കുറഞ്ഞു വന്നു. അപ്പോൾ ഡോക്ടർമാർ നിഷ്കർഷിച്ചു, ഇനിയും ഇച്ചിരി കഞ്ഞിയൊക്കെ കുടിക്കാം. അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനും സന്തോഷമായി. തൻ്റെ ഭാര്യ വീട്ടിൽ ചെന്ന് വളരെ രുചികരമായി അല്പം സമ്മന്തിയൊക്കെ ഉണ്ടാക്കി
അല്പം കഞ്ഞിയുമായിട്ട് ആശുപത്രിയിൽ വന്നു. അന്ന് അദ്ദേഹം വളരെ നാളുകൾക്ക് ശേഷം കഞ്ഞി കുടിച്ചിട്ട് പറഞ്ഞു, ഇതെന്തൊരു ടേസ്റ്റാണ്, ഇത്രയും രുചിയായി ഞാൻ ഇതുവരെയും കഞ്ഞിയും സംബന്ധിയും കൂട്ടി ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല. നോക്കൂ, സമൃദ്ധിയായി തൻ്റെ ഭവനത്തിൽ എല്ലാം ഉണ്ടായിരുന്ന കാലത്ത് തൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം തൻ്റെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടുകൂടെ ദൈവം തന്ന ആഹാരം രുചിയായിരിക്കുന്നു, ഞാൻ തൃപ്തനായിരിക്കുന്നു എന്ന് പറയാൻ കഴിയാഞ്ഞ ഒരു അനുഭവത്തെ ദൈവം ഒരു ശിക്ഷയായി കണക്കാക്കി. അദ്ദേഹത്തിനൊരു വ്യാധി, ആ വ്യാധി മൂലം ഭക്ഷണം കഴിക്കാതിരിക്കുന്നു. കുറച്ച് നാളുകൾ പട്ടിണിയായതിനു ശേഷം അല്പം കഞ്ഞി കുടിച്ചപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും കുടിക്കാത്ത കഞ്ഞിയായിട്ടത് തോന്നി. അപ്പോഴാണ് തൻ്റെ ജീവിതത്തിലെ ആ കുറ്റം, ഒരു മനോഭാവം, തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അതൃപ്തിയുള്ളതായ ഒരു അനുഭവം, ആ സ്വഭാവത്തെക്കുറിച്ച് തനിക്കൊരു പശ്ചാത്താപം ഉണ്ടായി. ആ പശ്ചാത്താപം ഉണ്ടായപ്പോൾ അന്നു മുതൽ തൻ്റെ നാവിൽ കഴിക്കുന്നതൊക്കെ വലിയ ടേസ്റ്റായിട്ട് തൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ തനിക്ക് കഴിഞ്ഞു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ തൃപ്തി തരുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ഈ ലോകം എത്ര സമ്പാദ്യം നമുക്ക് തന്നിരുന്നാലും ശരി, അതിൽ തൃപ്തിയാകണമെന്നില്ല. നാം കഴിക്കുന്ന ആഹാരം നമുക്ക് തൃപ്തിയാകണമെന്നില്ല. അതിൽ പലപ്പോഴും അതൃപ്തികരമായ ഒരു അനുഭവവും ചിന്തയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം നമ്മെ സമൃദ്ധിയായി നടത്തുമ്പോൾ നമുക്കതിൻ്റെ വാല്യൂ ചിലപ്പോൾ മനസ്സിലാകുകയില്ല. ദൈവസ്നേഹം നമുക്ക് ധാരാളം, ഒരുപാട് ദൈവസ്നേഹം വർദ്ധിച്ചു വരുമ്പോൾ ചിലപ്പോൾ ദൈവത്തോടുള്ളതായ ഭയം നമുക്ക് അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ദൈവത്തിൻ്റെ ഉള്ളതായ ദൈവസന്നിധിയെക്കുറിച്ചുള്ള ഒരു ഭയം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ആഹാരത്തിലും നമുക്ക് തൃപ്തിയില്ലായ്മയുണ്ടാകും. ഇസ്രായേൽ ജനത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി. സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് അവരുടെ കൊതിക്ക് മതി വന്നില്ല എന്ന് പറഞ്ഞാൽ ഓരോന്ന് കഴിക്കുന്തോറും പിന്നെയും വേറെ ചില മോഹങ്ങൾ അവരെ വേട്ടയാണ്. മരുഭൂമിയിൽ ദൈവം അവർക്ക് മന്ന കൊടുത്തപ്പോൾ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ മന്നായിൽ അവർക്ക് വലിയ രുചിയില്ല. പിന്നീട് അവർക്ക് മാംസം വേണം, ഇറച്ചി വേണമെന്ന് പറഞ്ഞു. ദൈവം അവർക്ക് ഇറച്ചി കൊടുത്തു. പിന്നെ മാംസത്തും കഴിഞ്ഞിട്ട് മത്സ്യം വേണം. ദൈവം എല്ലാം അവർക്ക് കൊടുത്തു. അതിനുശേഷം പെട്ടെന്ന് അവരുടെ ചിന്ത മിസ്രൈമിലുണ്ടായിരുന്ന മത്തങ്ങ, ചിറ്റുള്ളി, ചീരുള്ളി എന്നുള്ള സാധനങ്ങളിലേക്ക് പെട്ടെന്ന് അവരുടെ ശ്രദ്ധ പോകാൻ വാക്കുകളിൽ വ്യത്യാസമുണ്ടായി. എന്ത് കഴിച്ചാലും തൃപ്തിയില്ലാത്ത ജീവിതം. അവരുടെ കൊതിക്ക് മതി വന്നില്ല. അവരുടെ കൊതിക്ക് മതി വന്നില്ല എന്നൊരു വിഷയം ദൈവസന്നിധിയിൽ വലിയ പാപമായി ദൈവം കണക്കാക്കുന്നു. നമ്മുടെ ദൈവം വലിയവനായ ദൈവമാണ്. നമ്മെ എവിടെയും നമ്മെ ലജ്ജിപ്പിക്കുകയില്ല. നോക്കൂ, ദൈവം നമ്മെ ഉണർത്തുമ്പോൾ തൃപ്തിയുള്ള ഒരു ജീവിതം നമുക്ക് നൽകുമ്പോൾ നമ്മുടെ തൃപ്തി കണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനത്തോടെ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കഴിയും. അങ്ങനെ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കൃഷിഫലങ്ങളെ കുറച്ചു എന്ന് മറ്റുള്ളവർ നമ്മളോട് പറയാതിരിക്കത്തക്കവണ്ണം നമുക്ക് ലജ്ജിക്കത്തക്കതായ ഒരു ജീവിതം ദൈവം എടുത്ത് മാറ്റിയിട്ട് ലജ്ജയില്ലാത്ത ഒരു ജീവിത സൗഭാഗ്യം ദൈവം നമുക്ക് തരും. നമ്മുടെ കളപ്പുരകളിൽ നിറച്ച് ധാന്യങ്ങൾ അതിനുവേണ്ടി ആകണമെന്നില്ല. ദൈവം ഒരു ഗ്ലാസ് വെള്ളമാണ് തരുന്നതെങ്കിലും അതിൽ കൂടെയൊക്കെയും നമുക്ക് ആവശ്യമുള്ള സകല വൈറ്റമിൻസും അതിൽ അടക്കിയിട്ടുണ്ട്. ദൈവം തരുന്നതിൽ രുചി കണ്ടെത്തുക, തൃപ്തി കണ്ടെത്തുക. നോക്കൂ, 5 അപ്പം കൊണ്ട് 5000 പേരെ കർത്താവ് പോഷിപ്പിച്ചപ്പോൾ അവർ തിന്ന് തൃപ്തരായി. മനുഷ്യൻ മതി എന്ന് പറയുന്നത് ഭക്ഷണത്തോട് മാത്രമേ ഉള്ളൂ. മറ്റെല്ലാ കാര്യങ്ങളിലും അവർക്ക് എപ്പോഴും പോരാ എന്നുള്ളൊരു ചിന്തയുണ്ടാകും. എന്നാൽ ഭക്ഷണത്തിന് മുൻപിൽ നമ്മൾ വയറ് നിറഞ്ഞു കഴിയുമ്പോൾ, തൃപ്തിയായി ഭക്ഷിച്ചു കഴിയുമ്പോൾ ഇനിയും വേണ്ട, മതി എന്ന് നമ്മൾ പറയും. എന്നാൽ ഈ മതി എന്ന് പറയുന്ന വാക്കിന് കേവലം 1 മണിക്കൂറോ 2 മണിക്കൂറോ മാത്രമേ ആയുസുള്ളൂ. ആ മതി എന്ന വാക്ക് എപ്പോഴും അതിൻ്റെ ആ ഒരു തോത് നമ്മുടെ ജീവിതത്തിൽ കളിയാട്ടം നടത്തിക്കൊണ്ടിരിക്കും. 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വിശക്കും, നമുക്ക് വീണ്ടും ആഹാരം വേണം. അപ്പോഴും കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പറയും മതി, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ദൈവസന്നിധിയിൽ തൃപ്തിയുള്ള ഒരനുഭവം, പട്ടിണിയാണെങ്കിലും
ഇല്ലായ്മയാണെങ്കിലും കുറച്ചേ ഉള്ളെങ്കിലും വരുമാനം കുറഞ്ഞാലും കൂടിയാലും മതി, അതെനിക്ക് മതി, നിന്റെ കൃപ എനിക്ക് മതി എന്ന് പറയുന്നതായ ഒരനുഭവം, അതൊരു ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്. അപ്പോസ്തലനായ പൗലോസിന് ചില ബലഹീനതകളുണ്ടായിരുന്നു. രോഗമോ ബലഹീനതയോ പ്രശ്നമോ കഷ്ടമോ എന്തുമായിക്കൊള്ളട്ടെ, അദ്ദേഹം പല പ്രാവശ്യം ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇതെനിക്കൊന്ന് മാറ്റിത്തരണം, എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യുവാനുണ്ട്, പല പ്രവൃത്തികൾക്കായി ഞാൻ ഓടേണ്ടതുണ്ട്, ഈ പ്രശ്നം കൊണ്ട് എനിക്ക് ഓടാൻ കഴിയുന്നില്ലല്ലോ. ദൈവം പല പ്രാവശ്യം പൗലോസ് പറയുന്നതായ വാക്കുകൾ കേട്ട് ദൈവം പലപ്പോഴും മൗനമായിരുന്നതിന് ശേഷം ഒരു ദിവസം അവന് ഉത്തരം കൊടുക്കുവാനായി ദൈവശബ്ദം മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. ആ ശബ്ദം, ദൈവത്തിന്റെ സാന്നിധ്യം, പൗലോസ് വിചാരിച്ചു വിടുതലാണെന്ന് വിചാരിച്ചു. പക്ഷെങ്കിൽ ആ ശബ്ദം മറ്റൊന്നുമല്ല, എൻ്റെ കൃപ നിനക്ക് മതി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അത് നമ്മെ പോരായ്മയിലും തൃപ്തരായി നടത്തുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ നഷ്ടങ്ങളെ മാറ്റി ദൈവം സമൃദ്ധി തരുമ്പോൾ നമ്മളെ വിശാലമായിട്ടുള്ള ഒരു തുറമുഖത്തേക്ക് ദൈവം കൊണ്ടുവരുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരമുണ്ടാകുകയില്ല. എൻ്റെ ജനം ഒരു നാളും ലജ്ജിക്കാതെ, മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ച അനുഭവിക്കാതെ, സമൃദ്ധിയുള്ള ജീവിതത്തെയും സമൃദ്ധിയുടെ തുറമുഖത്തെയും കണ്ടുകെട്ടിയവരായി ജീവിതത്തിൽ സുഖത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദിവസം, അത് ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അത് നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു സമ്പന്നരാകണമെന്നില്ല. എന്നാൽ നമുക്കുള്ളത് കൊണ്ട് ദൈവം നമ്മെ സമ്പന്നരാക്കുന്നു, നമുക്കുള്ളത് കൊണ്ട് ദൈവം അതിനെ വർദ്ധിപ്പിക്കുന്നു, നമുക്കുള്ളതിനെ ദൈവം രുചികരമാക്കുന്നു, നമ്മുടെ നാവിന് രുചികരമാക്കുന്നു, നമ്മുടെ വിശപ്പിന് അത് മതിയായതാക്കുന്നു. ദൈവത്തിന്റെ കൃപ, ആ കൃപ നമ്മളിൽ പകരുമ്പോൾ, ആ കൃപയാൽ സകലതും നാം ദർശിക്കുമ്പോൾ ദൈവം നടത്തുന്ന വിശാലതയെക്കുറിച്ച് നമുക്ക് വലിയ ബോധ്യമുണ്ടാകും. നാം വായിച്ച വേദഭാഗത്തിലേക്ക് വീണ്ടും വരാം. യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം, നിങ്ങൾ വേണ്ടുവോളം ഭക്ഷിച്ച് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവത്തെ സ്തുതിക്കും. അപ്പോൾ ദൈവം പറയുന്നത്, അങ്ങനെയുള്ള ഒരു സ്തുതി നമ്മുടെ നാവിൽ നിന്ന് ഉയരുമ്പോൾ ദൈവം ആകാശത്തിൽ നിന്ന് കൊടുക്കുന്നതായ ഒരു വാഗ്ദത്തം, എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഈ മഹത്തേറിയ വാഗ്ദത്തം ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് അവകാശമായി തന്നുവല്ലോ. നമ്മുടെ ജീവിതത്തിൽ തൃപ്തിയുള്ള ഒരു ജീവിതം, ദൈവം നടത്തുന്നതായ വഴികളിലൊക്കെയും അനുഗ്രഹത്തെ കാണുവാനുള്ള ഒരു വിശാലമായ ദർശന സ്വഭാവം നമുക്കുണ്ടാകുന്നുണ്ടെങ്കിൽ എപ്പോഴും പോകുന്നിടത്തൊക്കെയും വേണ്ടുവോളം തിന്ന തൃപ്തിയാകുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ പെരുമാറാകട്ടെ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നമ്മുടെ പ്രവൃത്തി മണ്ഡലങ്ങളെ തിന്നുകൊണ്ടിരുന്നതായ തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴുവും വിട്ടിലുകളെയും ഒക്കെയും ദൈവം മാറ്റിയതിന് ശേഷം അനുഗ്രഹം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലേക്ക്, ഒരു മനോഭാവത്തിലേക്ക്, ആരാധനയുടെ സന്തോഷത്തിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ പോകുന്നു എന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം. ആ വാഗ്ദത്തം ഏറ്റെടുക്കുന്നത് നിനക്കും നിന്റെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും നിന്റെ ചർച്ചക്കാർക്കും സഹവിശ്വാസം നിന്റെ പ്രിയപ്പെട്ടവർക്കും ഒക്കെയും അനുഗ്രഹമായി, ആശ്വാസമായി, ഭാഗ്യകരമായി തീരുമാറാകട്ടെ. God bless you.